ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടുകളാക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പുതുതായി നിർമ്മിച്ച പാർലമെന്റ് മന്ദിരത്തെക്കാൾ എന്തുകൊണ്ട് മികച്ചത് പഴയ പാർലമെന്റ് മന്ദിരമായിരുന്നു എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ പഴയ പാർലമെന്റിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ്. മാത്രമല്ല, പുതിയ പാർലമെന്റ് കെട്ടിടത്തെ പഞ്ചനക്ഷത്ര ജയിൽ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പഴയ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് മടങ്ങും എന്ന് സഞ്ജയ് റാവത്ത് പറയുമ്പോൾ അത് നൊസ്റ്റാൾജിയ പ്രിയരെ കുറച്ചൊക്കെ ആവേശഭരിതരാക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രായോഗികമായി ഇത് നടപ്പുള്ള കാര്യമേ അല്ല. ഭാവി സമ്മേളനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പഴയ പാർലമെന്റ് കെട്ടിടം തന്നെ തെരഞ്ഞെടുക്കുന്നതിലൂടെ പൈതൃകത്തിലേക്ക് മടങ്ങാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, പുതിയ കെട്ടിടം പരിപാലിക്കുന്നതിന് ഭീമമായ ചിലവ് വരുന്നുണ്ട് എന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട്. ഈ പുരോഗതിയും പാരമ്പര്യവും തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണ്, അതിനുള്ള ഒരു വേദിയാണ് ഇപ്പോൾ റാവത്ത് തുറന്നിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനിടയിൽ പുതിയ പാർലമെന്റാണോ പഴയ പാർലമെന്റാണോ മികച്ചത് എന്നുള്ള ഒരു സംവാദത്തിന് പോലും ഈ ഒരു പ്രസ്താവന തുടക്കം ഇടുന്നുണ്ട്. ഈ നിലപാട് വോട്ടർമാരെ സ്വാധീനിക്കുമോ അതോ ഇത് നനഞ്ഞ പടക്കമായി മാറുമോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അധികാരത്തിൽ വരുന്ന സർക്കാരുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സുപ്രീം കോടതിയും പാർലമെന്റും ഒന്നും മാറി മാറി നിർമ്മിക്കാൻ സാധിക്കില്ല. സഞ്ജയ് റാവത്ത് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്ന ഈ പുരോഗതി അല്ലെങ്കിൽ ഈ ആധുനികതയ്ക്കപ്പുറം പൈതൃകത്തെ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ ദ്രാവിഡ നാട്ടിൽ നിന്നുള്ള ചെങ്കോല് പോലും BJP സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് അദ്ദേഹം പുതിയ പാർലമെന്റ് കെട്ടിടത്തെ പഞ്ചനക്ഷത്ര ജയിൽ എന്ന് വിളിച്ചുകൊണ്ട് അപമാനിച്ചിരിക്കുന്നത്. എന്തായാലും സഞ്ജയ് റാവത്തിന്റെ ഈ ഒരു പ്രസ്താവന മഹാരാഷ്ട്രയിൽ ഒന്നടങ്കം വലിയ വിവാദ വിഷയം തന്നെ ആയിട്ടുണ്ട്. ഒന്ന്, ഇവർ ഇനി അധികാരത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് INDA എന്ന ബ്ലോക്കിന്റെ ഭാവി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിനിടയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് തങ്ങളില്ല, മറിച്ച് പഴയ പാർലമെന്റിൽ തന്നെ ഞങ്ങൾ സമ്മേളനം കൂടുകയുള്ളൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി നിർത്താൻ തന്നെയാണ് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.